ഫാസിസ്റ്റ് ഭരണം തുടരുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെ പൂട്ടാൻ അസം പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ വസതിയിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഹിമന്തയുടെ ഭാര്യ റിനിക്കി ഭുയാന് 3 പാസ്പോർട്ട് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഖേര വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് റിനിക്കി പരാതി നൽകിയത്. ഡൽഹി പോലീസും അസം പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കൂടാതെ ഈജിപ്തിന്റെയും UAEയുടെയും പാസ്പോർട്ട് റിനിക്ക് ഉണ്ടെന്നായിരുന്നു ഖേര പറഞ്ഞത്. വീട്ടിൽ പവൻ ഖേര ഉണ്ടായിരുന്നില്ലെന്നും പരിശോധനയിൽ ചില രേഖകൾ കണ്ടെടുത്തതായും അസം പോലീസ് അറിയിക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ പവൻ ഖേര ഗുവാഹത്തിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് ഹിമന്ത ആരോപണം ഉയർത്തി. അദ്ദേഹം ഹൈദരാബാദിലേക്ക് കടന്നു കളഞ്ഞുവെന്നും ഹിമന്ത കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. റിനിക്ക് 3 പാസ്പോർട്ടുണ്ടെന്ന് തുറന്നടിച്ചതിന് കോൺഗ്രസിനെ പൂട്ടാനാണ് ഹിമന്ത ബിശ്വ ശർമ്മ ശ്രമിക്കുന്നത്. നിയമലംഘനങ്ങളെ കാറ്റിൽ പറത്തി അസം പോലീസിനെ ഉൾപ്പെടുത്തിയുള്ള അറസ്റ്റ് നാടകത്തിലേക്കാണ് ഈ പോലീസ് പരിശോധന ഇനി കടക്കാൻ പോകുന്നത്. റിനിക്ക് നൽകിയ പരാതിയിൽ അസം പോലീസ് ഖേരയ്ക്കെതിരെ കേസെടുത്തിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഏപ്രിൽ 9-ന് അസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രാഷ്ട്രീയ വിവാദം കനക്കുന്നത്. മുഖ്യമന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്താത്ത സ്വത്തുകൾ റിനിക്ക് ദുബായിലും അമേരിക്കയിലും ഉണ്ടെന്ന് ഖേര അവകാശപ്പെട്ടിരുന്നു. ഭാര്യയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിക്കുന്നത്. ഖേര ഹാജരാക്കിയ രേഖകൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിനിടെ അസം പോലീസ് നടപടിയെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുകയാണ്. മുഖ്യമന്ത്രി അസ്വസ്ഥനായതുകൊണ്ടാണ് പോലീസിനെ ഉപയോഗിച്ച് ഖേരയെ വേട്ടയാടുന്നതെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. ഖേര ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം പോലീസിനെ അയക്കുന്നത് ഭീരുത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ പാസ്പോർട്ട് വിവാദം അസമിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുകയാണ്.